ശ്രീമാത്രേ നമഃ. ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോഴുണ്ടായ ഒരു അനുഭവം എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കട്ടെ. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ വർക്കല എന്ന ദേശത്ത് തച്ചൻകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭദ്ര ഭുവനേശ്വരി ക്ഷേത്രം. ഭദ്രാദേവിയും ഭുവനേശ്വരി ദേവിയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കപ്പെടുന്ന, ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന ഒരു സമൂഹ ലളിതാ സഹസ്രനാമ ജപ ആരാധനയിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ക്ഷേത്ര ദീപാരാധനയ്ക്ക് തൊട്ടു മുൻപ് തീരുന്ന ജപാരാധന വളരെ വലിയൊരു ഉണർവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിച്ചു. അതിൽ പങ്കെടുത്ത ഓരോരുത്തരും ദൈവികമായ ഒരു അനുഭൂതി തൊട്ടറിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് വാചാലമായി പറയുന്നുണ്ടായിരുന്നു. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ കഴിയുന്നത് തന്നെ ദൈവീ കൃപയാണ്. അങ്ങനെയിരിക്കെ സമൂഹമായി ചൊല്ലുന്നതും കേൾക്കുന്നതും അതിവിപുലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും തുടർന്നു പോരുന്ന ഈ ദിവ്യമായ സഹസ്രനാമ ജപാരാധനയിൽ എനിക്കും മുടക്കം കൂടാതെ പങ്കെടുക്കാൻ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു. ഭദ്ര ഭുവനേശ്വരി ദേവിമാർക്കൊപ്പം ഗണപതി, ശിവൻ, നാഗർ എന്നീ ഉപദേവതമാരെ കൂടാതെ വളരെ വിശിഷ്ടമായ നവഗ്രഹ പ്രതിഷ്ഠകളും ബ്രഹ്മരക്ഷസുമുണ്ട്. എല്ലാ മലയാള മാസങ്ങളിലും ആദ്യത്തെ ഞായറാഴ്ച നടക്കുന്ന സൂര്യ പഞ്ചായതന ഹോമം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന അത്യപൂർവമായ ഒരു ഹോമമാണ്. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്ത് ആഗ്രഹ സാഫല്യം നേടുന്നു. ഇത് ഒരു പൂജയല്ല, ഒരു ഹോമമാണ് നടക്കുന്നതെന്നുള്ളതാണ് അതിപ്രാധാന്യം. ഇതുകൂടാതെ മറ്റു പല അതിവിശിഷ്ടങ്ങളായ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ശ്രീ ലളിതാ സഹസ്രനാമവും ലളിതാ പരമേശ്വരി ദേവിയെയും പ്രാണവായു പോലെ കൊണ്ടു നടക്കുന്ന എനിക്ക് ഇന്നലത്തെ സമൂഹ ജപാരാധന പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ദിവ്യ അനുഭവമായിരുന്നു. ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.